ഒരുമിച്ചിട്ടല്ലേ? ഹായ് ഗൈസ്, നെടുമങ്ങാട് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിക്കുന്ന 2 കഴിവറ മക്കളുണ്ടല്ലോ. ഈ കഴിവറ മക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് ഈ അഷ്കർ എന്ന് പറയുന്ന പുന്നാരമോന്റെയും ആ മറ്റേ അപരാധി മോളുടെയും വിഷ്വൽസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവരെ ഫസ്റ്റ് വീട്ടിലോട്ട് കൊണ്ടുവരുന്നേക്കുന്ന ആ ഒരു ടൈമിൽ നാട്ടുകാരെല്ലാം കൂടെ കയറി പെരുമാറാൻ നിന്നപ്പോഴത്തേക്കിന് പോലീസുകാർ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, നിങ്ങളൊന്ന് ലൂസാക്കി ഒന്ന് വിട്ടുകൂടെ, നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുക, നാട്ടുകാർ പെരുമാറട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നാട്ടുകാരായി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും ചെയ്തോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെങ്കിലും അങ്ങ് കൊണ്ടുപോയിട്ട് പോലീസുകാർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ അഷ്കർ എന്ന് പറയുന്ന കഴിവറ നടന്നു വരുമ്പോൾ ഉള്ള വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. എന്താടാ എന്ത് നിനക്കിപ്പോ നടക്കാൻ വയ്യേ? അവൻ മറ്റേ നടക്കാനെ കൊണ്ട് കാലിങ്ങനെ വേച്ച് ഇങ്ങനെ നടക്കുന്നത്. നല്ല കിട്ടിയല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇവന് കിട്ടേണ്ടെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇപ്പം തമിഴ്നാട്ടിലെ വിജയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അവിടെ ഒരു പിഞ്ചുകുഞ്ഞിന് ഇത്തരത്തിലൊരുത്തൻ ചെയ്തേക്കുന്ന അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവനെ എന്താണ് ചെയ്യുന്നത്? ഇവനിങ്ങനെ നേരെ എണീറ്റ് നടക്കാൻ പറ്റരുത്. എഴഞ്ഞാണ് ഇവൻ പോകേണ്ടത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവനെ കിട്ടിയത് വളരെ വളരെ കുറഞ്ഞു പോയെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അവന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഉണ്ടോ കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഊഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവനെയൊക്കെ എന്താണ്ടാ ചെയ്യേണ്ടത്? ഇവനെ അവളെയും കൂടെ എന്നിട്ട് റോഡിലോട്ട് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടല്ലോ. റോഡ് റോളർ കയറ്റി ഈ 2 എണ്ണത്തിനെ ഇറക്കണം. അല്ല, ഇവരെ തീർക്കരുത്, ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം. ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആ ചെയ്തേക്കുന്ന ഓരോ ക്രൂരത ഇവരുടെ അടുത്ത് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നീരി പുല്ലൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാവണം. ആ രീതിയിലുള്ള ശിക്ഷയായിരിക്കണം ഈ 2 എണ്ണത്തിനും കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ മറ്റേ മോൾ ഇനി നടന്നു വരുന്നുണ്ട്. അമ്മയെന്ന് ഇവളെ വിളിക്കാൻ പറ്റാത്ത, ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താന്ന് പോലും അറിയാത്ത ഈ മറ്റേ മോൾ നടന്നു വരുന്നുണ്ട്. നമുക്ക് അതോടൊന്ന് കാണാം. അങ്ങനെ ഒരുമിച്ചിരിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവള് മറ്റേ വണ്ടർലയിൽ ടൂർ പോയതോ അല്ലെങ്കിൽ ഇവർ രണ്ടും കൂടെ ഹണിമൂണിന് പോയതൊന്നും അല്ലല്ലോ. ഒരു കൊച്ചു കുഞ്ഞിനെ, ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അങ്ങനെ ചെയ്ത 2 എണ്ണം അങ്ങനെ ഒരുമിച്ചിരിക്കണ്ട. നമുക്ക് ബാക്കി കാണാം. എന്തായാലും അവന് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവളെ നല്ല രീതിയിൽ ഈ പൊന്നുമോളെ ഈ 2 എണ്ണത്തിനുണ്ടല്ലോ നല്ല രീതിയിൽ കുട്ടിക്കണം. ഇതൊന്നും അല്ല, ഇനി കാണുമ്പോഴത്തേക്കിന് അവർക്ക് എണീറ്റ് നടക്കാനെ കൊണ്ട് പറ്റരുത്. സ്ട്രെച്ചറിലോ വീൽ ചെയറിലോ പോകുന്ന അവസ്ഥയിലോട്ട് ആക്കണം. ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ പാടുള്ളൂ. ഇവനെയൊക്കെ ജയിലിൽ കിടക്കുമ്പോഴും ഫുഡിന് വേണ്ടിയിട്ട് 3 നേരം സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം എന്തായാലും ജയിലിൽ കിട്ടുമല്ലോ. അത് വാങ്ങാനെ കൊണ്ടാവാൻ വരുന്നത് തറയെ കൂടെ എഴഞ്ഞ് വേണം വന്നിട്ട് ഫുഡ് വാങ്ങാനെ കൊണ്ടാവാൻ വരട്ടുന്നത്. അങ്ങനെ നരകിച്ച് കിടക്കണം അവനവിടെ. പറഞ്ഞ മനസ്സിലായില്ലേ?
ഇവനൊക്കെ കൊടുക്കേണ്ടുന്ന ഈ വധശിക്ഷയോ അതിൽ കുറഞ്ഞ ഒന്നും ഇവനൊന്നും അർഹിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടപ്പാക്കുന്നതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും എൻ്റെ തൊട്ടുപുറകെ തന്നെ ഈ കുഞ്ഞിൻ്റെ ശരിക്കുള്ള അച്ഛനില്ലേ, അതായത് ഈ അഖില എന്ന് പറയുന്ന പുന്നാരമോളുടെ ആദ്യ ഭർത്താവ്, ആ ഭർത്താവിൻ്റെ അമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു മീഡിയസിന് മുന്നിൽ. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറയുന്ന സംസാരം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിപ്പോവാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നൊരു തോന്നലുണ്ടാവുന്ന സമയത്തേക്ക് നമ്മുടെ മനസ്സിന്റെ താളം ഒന്ന് തെറ്റിപ്പോവാന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു അമ്മയുടെ. ആ അമ്മയ്ക്കുള്ള 2 മക്കളാണ്. ആദ്യത്തെ മകള് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിവാഹ ബന്ധം അത്ര സക്സസ് ഒന്നും ആയിരുന്നില്ല. അതിനകത്തുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആൾ കല്യാണം കഴിച്ചിരിക്കുന്നവൻ ആൾക്ക് മറ്റൊരു അഫെയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ മാനസിക സമ്മർദ്ദം കൊണ്ട് സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ തൻ്റെ സ്വന്തം മകൻ ഇത്തരത്തിൽ ജീവൻ ഒടുക്കുകയായിരുന്നു. ആ മകൻ ജീവൻ എടുക്കാനുള്ള കാരണം എന്താണ്? ഈ അഖില എന്ന് പറയുന്ന പുന്നാരമോള് പറഞ്ഞിരിക്കുന്ന കുറച്ച് വർത്താനത്തിന്റെ പുറത്തായിരുന്നു ആ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതം സ്വയം ഒടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇത് എന്റെ ഈ മോനെ പോലെയാണ് കൊച്ചിരിക്കണത്. മരിച്ച കുഞ്ഞ് കൊന്ന കുഞ്ഞ് മരിച്ചില്ല, കൊന്നു. ഇത് എന്റെ സുന്ദരിയായില്ലേ, ഇതെല്ലാം എന്റെ മോള്. മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മോള് മരിച്ചപ്പോ 22 വയസ്സ്. ഇത് മോള്. മോൻ എത്ര വയസ്സുണ്ടായിരുന്നു? മോൻ 24. അപ്പൊ ഇവിടെ അമ്മയുടെ മോനും മോളും പോയി അല്ലേ? ആ കുഞ്ഞും പോയി. ഒറ്റ മോൻ പോയി. ഈ കുഞ്ഞ് എന്നെ ഈ കണ്ണനെ വരച്ചത്. മോൻ 1.5 വയസ്സുള്ള കുഞ്ഞ്. ഈ കൊച്ച അല്ലെന്നല്ലേ പറഞ്ഞത്, കണ്ടോ? അതുപോലെ അതേ മോൻ അല്ലേ? അപ്പോഴ് ഈ രണ്ടു മക്കളും കാണുകയാണ്, പാവനേനെയും വേടനെയും. അവരെ കാണാൻ പറ്റും. അല്ല, അമ്മയ്ക്ക് 2 മക്കളും പോയപ്പോഴും ഒരു ആശ്വാസമായിരുന്നു ഈ കുഞ്ഞുണ്ട് എന്നുള്ളല്ലേ? 1.5 വയസ്സുള്ള കുഞ്ഞ്. അതും പോയി. ഇനി ഈ ഇവന്റെ ഇവളെ മരണവും കൂടെ കണ്ടിട്ട് ഞങ്ങളും മരിക്കും. ആരുടെ? അഷ്കറിന്റെ? അഖിലെന്ന് പേര് പറഞ്ഞൂടെ? എന്റെ മോൾ അതുപോലെ അത് സുന്ദരി പേരല്ലേ. ആ പേര് അവൾക്ക് യോഗ്യതയില്ല. അവള് മൃഗവും അവനും മൃഗം. കടിച്ചു കയറുന്ന മൃഗം ഉണ്ടല്ലോ, ആ മൃഗങ്ങളാണ്. അല്ലാത്ത സാധു മൃഗങ്ങളുണ്ട്, അവരല്ല. പാവം ആ അമ്മയുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. കാര്യം തൻ്റെ 2 മക്കളെ നഷ്ടപ്പെട്ടതിന് ശേഷം ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ തൻ്റെ ആ ഒരു കൊച്ചുമകനിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ പുന്നാരമോള് ആ കുഞ്ഞിനെ ഇവരെ ഒന്നും കാണിച്ചിട്ട് കൂടിയില്ല ഇതുവരെ. ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവർ ആ കുഞ്ഞിനെ കാണുന്നത് പോലും. കാര്യം എന്ന് വെച്ചാൽ അവള് 3 മാസത്തോളം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഇത്തരത്തിൽ ആ ഒരു വ്യക്തി തൻ്റെ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ മരണപ്പെട്ടത്, സ്വയം ജീവൻ ഒടുക്കിയത്. അതിനുശേഷം ഇതുപോലെ ആണ് മറ്റേ അഷ്കർ എന്ന് പറയുന്ന പുന്നാരമോൻ്റെ കൂടെ ഇവൾ പോയിട്ടുണ്ടായിരുന്നത്. ആ കുഞ്ഞിനെ ഇവരെ ഒന്നും കാണിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ ഇവർ നോക്കിക്കോളാന്ന് എത്ര പറഞ്ഞിട്ട് പോലും അവരെ കാണിക്കാൻ പോലും കൂട്ടാക്കാതെ അവളങ്ങ് തീർത്ത് കളഞ്ഞ്. അവക്കൊക്കെ എന്തിന്റെ കഴപ്പായിരുന്നു നമുക്ക്. കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ അപ്പീനെ ഈ പെട്ടിയിലല്ലേ കൊണ്ട് തന്നത്. വ്യാഴാഴ്ച ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വീടും മറിഞ്ഞ സന്തോഷത്തിൽ ആടുണ്ട്. എന്റെ കുഞ്ഞിനെ ജീവനോട് കണ്ടിട്ടില്ല നിങ്ങൾ രണ്ടും? ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെ മക്കളാ ഈ നമുക്ക് ജീവനോടെ തരാന്ന് പറഞ്ഞ എന്റെ ഒന്ന് പെട്ടിയിലാക്കി തന്നു. നിങ്ങളെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? മക്കൾക്ക് ഇവിടെ വന്നിട്ട് എന്തൊരു തോന്നുന്നു. ഞങ്ങള് മോള് മരിച്ചപ്പോഴും മോൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ മോൻ മരണപ്പെട്ടപ്പോ ഈ പൊന്നുമോ ഉണ്ടല്ലോ, ഞങ്ങളെ പൊന്നുമോന്റെ ജീവൻ കിടക്കില്ല. മോക്കുള്ളതിൽ അപ്പിയില്ല. അപ്പൊ ഈ പൊന്നുമോന്റെ ജീവൻ കിടക്കില്ല. അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് തങ്ങള് ജീവിച്ചിരിക്കുന്ന ടൈമിൽ അവരുടെ മക്കള് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ മനസ്സിന്റെ താളം ഒന്ന് തെറ്റിപ്പോവാം. അങ്ങനെ ഈ ഒരമ്മ പിന്നെയും ജീവിതത്തിലോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ആദ്യത്തെ 2 മക്കൾ നഷ്ടപ്പെട്ട് മനസ്സിന്റെ താളം തെറ്റി വീണ്ടും തിരികെ വരുന്നതിന്റെ ഒരു ടൈമിലായിരുന്നു ഈ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മകന് അല്ലെങ്കിൽ അഖിലയുടെ ഭർത്താവായ അമ്മയുടെ മകൻ എങ്ങനെ മരിക്കുന്നത്? എങ്ങനെ? ഇവക്ക് അവന്റെ ഇഷ്ടമില്ല, അവന്റെ കൊച്ചല്ല എന്നും പറഞ്ഞ് അവള് പൊക്കളഞ്ഞു. അങ്ങനെ കയറ് കെട്ടിയിട്ട് ഇവളെ ഫോൺ കാണിച്ചാണ് മരിച്ചത്. ഇവള് കാരണം മകൻ മരിക്കുന്നത്? ഓ, അവള് ഈ എന്റെ 2 പിള്ളേരെയും കൊന്നു. എന്റെ മോനെ കൊച്ചുമോനെ കൊന്നു. ഓ, ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് ഈ ബോഡി പോലും തരില്ലെന്നോ. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തൻ്റെ അല്ല എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്കിതെങ്ങനെ പറയാൻ തോന്നി? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവള് ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിനെ മാത്രമല്ല,
ഈ അമ്മയുടെ ആ മകനെ കൂടിയാണ്, അതായത് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനെ കൂടിയാണ് ഇവൾ ഇല്ലാണ്ടാക്കിയേക്കുന്നത്. ഈ മകൾ എങ്ങനെ മരിക്കുന്നത്? ഈ മകളെ പന്നിയോട്, കാട്ടാക്കട പന്നിയോട് അഖില് എന്ന് പേരുള്ള ആള് കല്യാണം കഴിക്കാൻ ആലോചന കൊണ്ടുവന്നപ്പോ എന്റെ ഭർത്താവിന് ഇഷ്ടമില്ല. അവന്റെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞ് അവൻ ക്രിമിനലാണ് മക്കളെ, നമുക്ക് വേണ്ട. അപ്പോഴെന്റെ മോള് പറഞ്ഞത് ദൈവ കുടുംബമാണ്, എന്റെ ഭർത്താവ് വെള്ളം അടിക്കൂല, ചാരയും കുടിക്കൂല, ദൈവ കുടുംബമാണമ്മ, ഈ കല്യാണം നടത്തി തരണം. അങ്ങനെ എന്റെ ഭർത്താവ് മാറി നിന്ന് ഞാൻ ഇത് രജിസ്റ്റർ മാരേജ് നടത്തി അവൾ വിട്ടുകൊടുത്തതിന് അവിടെ ചെന്നപ്പോ പറയണു എനിക്ക് അവിടുത്തെ 7 സെന്റ് ഉണ്ടല്ലോ എന്റെ മക്കൾ ഉറങ്ങണം, ആ 7 സെന്റും കൂടെ അവന്റെ പേരിന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ പ്രമാണം ബാങ്കിൽ ഇരിക്കുകയാണ്, ഞാൻ അത് എടുക്കുന്നത് ഒരു എഗ്രിമെന്റ് എഴുതരാം. ചുരുക്കി പറഞ്ഞ അവർ തമ്മിൽ സ്വരച്ചേർച്ചയായിരുന്നു. അതിൽ മനന്താണ് മകളെ തൂങ്ങി മരിക്കുന്നത്. ഇല്ല, അത് അവന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു, മരുമോന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫോൺ മോള് കണ്ടുപിടിച്ച് ഇവ അടിച്ച് എന്റെ മോള് ആത്മഹത്യ ചെയ്യുന്ന അവര് പറയണം. ഞങ്ങൾക്ക് അതും തെളിയിക്കാൻ പറ്റിയില്ല. പന്നിയോട് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്ത് ഞങ്ങളെ കൊണ്ട് മൊഴിയൊക്കെ എടുപ്പിച്ച് എല്ലാം ചെയ്തിട്ട് ആ കേസ് അവർ വെറുതെ ഒഴിവാക്കി. അങ്ങനെ ഈ മകള് മരിച്ചപ്പോഴത്തേന് അഖില് മാനസികമായിട്ട് തകർന്ന് അഖില് മദ്യത്തിന് അടിമയായി. പിന്നെ അഖില് സ്വയബോധമില്ലാതെ നടന്ന് പിന്നീട് ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് കുടിയൊക്കെ നിർത്തി നല്ല മോനായി വന്നപ്പോഴാണ് ഈ പിശാചിനെ കണ്ടത്. ഈ കൊലയാളി ഇവിടെ എന്റെ മോൻ ഇവിടെ താഴെ ഒരു സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ചോറ് ബിസിനസിന് കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ കൊലയാളി അവിടെ നിന്നു, വശീകരണത്തോടുള്ള കൊലയാളി അഖില. അവള് ഡാൻസുകാരല്ലേ, ആണുങ്ങളെ കൊല്ലണുള്ളൂ. അവൾ എന്റെ അപ്പയെ തട്ടിയെടുത്തതല്ലേ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അവൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കണം, അവൾക്ക് ഇവിടെ തരാക്കി. ഞങ്ങൾക്ക് സമാധാനം തരണം. ഈ നാട്ടുകാരോട് ചോദിക്കണം, എന്റെ മോളെ വസ്ത്രങ്ങൾ, എന്റെ മോളെ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടന്നവള് കള്ളക്കേസ് ഞങ്ങൾക്കെതിരെ കോടതിയിൽ കൊടുത്ത് 25 പവന്റെ ഉരുപ്പടി, 2 ലക്ഷം രൂപ സ്ത്രീധനം, 1.5 ലക്ഷം രൂപ ഫർണിച്ചർ സാധനം, 1 ലക്ഷം രൂപ പ്രസന്റേഷൻ, അത്രയും കൊടുത്ത് ഞങ്ങൾ കോടതിക്കാരന്. പിന്നെ ഇവര് തമ്മിലുള്ള തെറ്റുന്ന എപ്പോഴാണ്? ഈ അഖിലി അമ്മയുടെ മോനെ തമ്മിൽ ബന്ധം തെറ്റുന്ന എപ്പോഴാണ്? ഇവക്ക് വേണ്ടാന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴും ഈ കുഞ്ഞ് അവന്റെ അല്ലെന്ന് പറഞ്ഞു, എന്റെ മോന്റെ അല്ലെന്ന് പറഞ്ഞു. എന്റെ മോന്റെ കൊച്ചു എന്റെ മോനെ പോലെ ഇരിക്കും. കഷ്ടാമ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ആ ഒരു അമ്മ കടന്നു പോകുന്നത്. ഇനിയും ഈ ഒരു അമ്മയുടെ ഭർത്താവായിട്ടുള്ള, അതായത് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനായിട്ടുള്ള പുള്ളി പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇവിടുത്തെ ചേച്ചിയുടെ അവസ്ഥയൊക്കെ വളരെ കഷ്ടം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലേ, പുള്ളി മാനസികമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു മുമ്പ്. അതായിരുന്നു അതിന് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്, മാനസികാവസ്ഥ ട്രീറ്റ്മെന്റ് ആണ്. മകള് മരിച്ചപ്പോൾ ഒരു ഷോക്ക്. അതെ അത് എല്ലാ മാസവും കൂടെ പാലോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഷോക്ക് കൂടെ ആയപ്പോഴത്തേക്ക് അത് വീണ്ടും തിരികെ വന്നൊരവസ്ഥയിലാണ്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ ആയിരിക്കുന്നു. കുഞ്ഞിനെ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഭയങ്കര ഒരു സംഭവമായി മനസ്സിലാക്കി. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അത് സങ്കടമാണല്ലോ. ഈ കാണുന്ന എല്ലാവർക്കും സങ്കടമാണ്. TV കൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എല്ലാവർക്കും, അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും സങ്കടമാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള നമ്മൾ കുഞ്ഞും ചെറുകുട്ടി നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും പറയാൻ തന്നെ അറിയാവുന്ന കേസ്. ആദ്യം തൻ്റെ മകൾ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് തന്നെ അമ്മയ്ക്ക് ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ആ ഒരു ഷോക്കിന്റെ പുറത്ത് തന്നെ തൻ്റെ മകൻ ഇത്തരത്തിൽ മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ പോയിട്ട് തിരിച്ച് ആ മകനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് ആ അമ്മയെ വന്നൊരു സമയത്താണ് പിന്നീട് ഈ മറ്റേ മോളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിലോട്ട് വന്നിട്ട് ആ അമ്മയ്ക്ക് വീണ്ടും ഒരു ഷോക്ക് കൊടുത്തു. എന്ത് ചെയ്ത് ആ തൻ്റെ മകനെ വീണ്ടും ഇല്ലാണ്ടാക്കി കളഞ്ഞ്. അതിൻ്റെ തൊട്ടു പുറകെ തന്നെ എങ്ങനെയൊക്കെയോ വീണ്ടും ജീവിതത്തിലോട്ട് വരാൻ ശ്രമിച്ചിരുന്ന ആ ഒരു ടൈമിലാണ് തൻ്റെ കൊച്ചുമകനെ ആയിട്ടുള്ള ആ കൊച്ചുമകനെ ഇതുവരെ കാണിച്ചിട്ട് കൂടിയില്ല, ആ മകനെയും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് ജീവനറ്റ ശരീരമായിട്ട് കൊണ്ടു കൊടുത്തേക്കുന്നത് കാണിക്കാന്നും പറഞ്ഞതുകൊണ്ട്. ആ ഒരു അമ്മയ്ക്കുണ്ടാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ താളം തെറ്റെന്നൊക്കെ പറയുന്നത് അത്രത്തോളം വേദനാജനകമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇവനെയൊക്കെ ആണെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞാൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ നോക്കണം. എന്താണെങ്കിലും ഇത്രയും കിട്ടും. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.